ആലുവ ഹൃദയ പദ്ധതിയായ അമ്മക്കിളിക്കൂടിന്റെ 52ാമത് ഭവനത്തിന്റെ താക്കോൽദാനം പ്രശസ്ത സിനിമാ താരം ശ്വേതാ മേനോൻ നിർവഹിച്ചു. അശരണരും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂലം കഷ്ടത അനുഭവിക്കുന്ന വിധവകൾക്ക് സുരക്ഷിത ഭവനം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ ആലുവ MLA അൻവർ സാദത്ത് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അമ്മക്കിളിക്കൂട്. സ്കൂൾ വിദ്യാർത്ഥികളായ 2 ആൺമക്കളോടൊപ്പം കഴിയുന്ന ചെങ്ങമനാട് സ്വദേശിനി ഷീനയ്ക്ക് ഭവനം ഒരുക്കിയിരിക്കുന്നത് മണപ്പുറം ഫൗണ്ടേഷനാണ്. മണപ്പുറം ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റി VP നന്ദകുമാർ സ്പോൺസർ ചെയ്ത് നിർമ്മാണം പൂർത്തിയാക്കിയ 52ാമത് ഭവനത്തിന്റെ താക്കോലാണ് ചെങ്ങമനാട് സ്വദേശി ഷീനയ്ക്ക് കൈമാറിയത്. താക്കോൽ ദാനം പ്രശസ്ത സിനിമാ താരം ശ്വേതാ മേനോൻ നിർവഹിച്ചു. ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു മഹത്തായ ഒരു കാര്യത്തിന്റെ ഭാഗമാവാൻ പറ്റിയതിന്. ഷീന ചേച്ചിക്ക് എല്ലാവിധ ആശംസകൾ നേരുന്നു. അശരണരും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂലം കഷ്ടതകൾ അനുഭവിക്കുന്നവരും സ്വന്തമായി സ്ഥലമുണ്ടായിട്ടും വീട് പണിയുവാൻ സാധിക്കാതെ ഇടിഞ്ഞു പൊളിഞ്ഞ കൂരകളിലും വാടക വീട്ടിലും കഴിയുവാൻ നിർബന്ധിതരായ വിധവകൾക്കും അവരുടെ മക്കൾക്കും സുരക്ഷിത ഭവനം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ അൻവർ സാദത്ത് MLA നടപ്പിലാക്കുന്ന അമ്മക്കിളിക്കൂട് കാരുണ്യ ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വീട് നിർമ്മിച്ചു നൽകിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് JA മുരളീധരൻ സ്വാഗതം ആശംസിച്ച യോഗത്തിൽ MLA അൻവർ സാദത്ത് അധ്യക്ഷത വഹിച്ചു. എന്നെ സംബന്ധിച്ചോളം വളരെ സന്തോഷവാനും സംതൃപ്തി ഉള്ള ഒരു ദിവസമാണ്. അമ്മക്കിളിക്കൂട് എന്ന പദ്ധതിയുടെ 52ാമത്തെ വീടിന്റെ താക്കോൽ ദാനമാണ്. ഒറിജിനലായി ഇപ്പോൾ അവിടെ കൊടുത്തു കഴിഞ്ഞു. ആ വീട്ടിലേക്ക് നമ്മുടെ ഷീന ചേച്ചിയും 2 മക്കളും ആ വീട്ടിലേക്ക് കയറിയപ്പോൾ ഉള്ള സന്തോഷം ഞാൻ കണ്ടു. അവിടെ വന്നപ്പോൾ തന്നെ കണ്ടു. ഞാനിതിൻ്റെ ഡേറ്റ് പറയാൻ വേണ്ടി ഇവിടെ വന്നപ്പോഴും ഞാൻ ശ്രദ്ധിച്ചു. നമുക്കെല്ലാവർക്കും അറിയാം, ഏറ്റവും ഡിസർവിംഗ് ആയ അർഹതപ്പെട്ട ഒരു കുടുംബമാണ്. ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്ത് ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്നത് നമുക്കറിയാം വിധവകളാണ്. കാരണം സ്വന്തമായ സ്ഥലമുണ്ടെങ്കിൽ വീട് പണിയാൻ ലോൺ കിട്ടും. ഇപ്പോൾ നമ്മുടെ ബാങ്കിൻ്റെ പ്രസിഡന്റ് ഇരിപ്പുണ്ട് അസീസ് കാർഡ് തന്നിപ്പോൾ നമ്മൾ രാത്രി നോക്കാം ആരും തന്നാലും ലോൺ തരും അല്ലേ? ഒരു അംശമില്ല, ലോൺ തരും. അല്ലെങ്കിൽ മറ്റുള്ള ബാങ്കിൽ നിന്ന് ലോൺ കിട്ടും. പക്ഷേ ലോൺ എടുത്താലുള്ള പ്രശ്നം എന്താ? മക്കളുടെ വിദ്യാഭ്യാസം വീട്ടിൽ ചിലവ് കഴിഞ്ഞ് കഴിയുമ്പോൾ ലോൺ തിരിച്ചടക്കാൻ പറ്റില്ല. ലോൺ തിരിച്ചടക്കാതിരിക്കുമ്പോൾ എന്ത് പ്രശ്നം വരും? ലോൺ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ആസീസ്ക്ക് ആര് വിചാരിച്ചാലും ശരി, അതിനൊരു ബാങ്കിന് നിയമമുണ്ട്, ഒരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ ആ സിസ്റ്റത്തിലൂടെ ആ തിരിച്ചടച്ചാലും ജപ്തി ചെയ്യേണ്ട നടപടിയിലേക്ക് പോകും. മാക്സിമം നീട്ടിക്കൊണ്ടുപോകുന്ന പലിശ കൂടി ലാസ്റ്റ് ഇതടക്കാൻ പറ്റില്ല. ചില വിധവകളും വിധവകളെന്നല്ല പലവരും സൂയിസൈഡ് ചെയ്യുന്ന ഒരു കാലഘട്ടമുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ വാടക വീട്ടിൽ താമസിക്കുമ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാടക ഒരു വർഷം നമ്മൾ കൂട്ടി ചോദിക്കും. അപ്പോൾ വരുമാനം വെച്ച് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ആരും ഒരു പരിചയമില്ലാത്ത പ്രദേശത്ത് പോയി സുരക്ഷിതമല്ലാത്തൊരു ഭവനത്തിൽ പോയി രാത്രി സത്യം പറഞ്ഞാൽ ചില വിധവകളായ സഹോദരിമാർ അന്തി ഉറങ്ങുന്നത് പെൺകുട്ടികളൊക്കെ ചേർത്ത് പിടിച്ചാണ് ഒരു ദിവസം രാത്രി അന്തി ഉറങ്ങുന്നത്. പല സഹോദരിമാരെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്, പ്രയാസപ്പെട്ട്. ഇതെല്ലാം കൂടി മനസ്സിൽ വന്നപ്പോഴാണ് ഞാൻ വിധവകളുടെ പ്രൊജക്റ്റാക്കി മാറ്റിയത്. എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ അഭിമാനത്തോട് പറഞ്ഞു, കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് ഒരു MLAക്ക് ഒരു ഹൗസ് പ്രൊജക്റ്റ് തുടങ്ങാൻ പറ്റിയത് എനിക്കാണെന്നല്ലോ, അത് അഭിമാനമുണ്ട്. ചടങ്ങിൽ മണപ്പുറം ഫൗണ്ടേഷൻ CSR ഹെഡ് ശിൽപ ട്രീസ സെബാസ്റ്റ്യൻ, സഞ്ജയ് TS, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CS അസീസ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ അമ്പിളി ഗോപി, ദിലീപ് കപ്രശ്ശേരി, അമ്പിളി അശോകൻ, പഞ്ചായത്ത് മെമ്പർമാരായ ഷാജൻ, സെബ മുഹമ്മദ് അലി, നഹാസ് കളപ്പുരയ്ക്കൽ, ശോഭന സുരേഷ് കുമാർ, വിജിത വിനോദ്, സുധീഷ് TV, ചെങ്ങമനാട് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അസീസ്, വാർഡ് മെമ്പർ ED ഉണ്ണികൃഷ്ണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഷീനയ്ക്കും അതുപോലെ തന്നെ യദുകൃഷ്ണ, അതുൽ കൃഷ്ണ 3 ആളുകൾക്ക് ജീവിക്കുവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഭവനം നൽകുവാൻ സാധിച്ചതിൽ മണപ്പുറം ഫൗണ്ടേഷൻ്റെ അത്യധികമായ സന്തോഷവും അഭിമാനവും എന്ന് തന്നെ പറയട്ടെ, അതിവിടെ രേഖപ്പെടുത്തുകയാണ്. സത്യം പറഞ്ഞാൽ മണപ്പുറം ഫൗണ്ടേഷൻ ഇത് 500-ൽ കൂടുതൽ വീടുകൾ നമ്മൾ ഓൾറെഡി നൽകി കഴിഞ്ഞു കേരളത്തിൽ. അപ്പോൾ ഈ 500-ൽ കൂടുതൽ വീടുകൾ നൽകിയ മണപ്പുറം ഫൗണ്ടേഷന് ഇത് വീണ്ടും ഒരു പൊൻതൂവൽ കൂടുതലാവുകയാണ്. അൻവർ സാദത്ത് MLA ഇത് പറഞ്ഞ പോലെ അവിടെ വന്ന് നന്ദകുമാർ സാറിനെ കാണുകയും ഇങ്ങനെ ഒരു വീടിന് അനുവാദം വാങ്ങിക്കുകയും ചെയ്തതിന് ശേഷം എത്രയും പെട്ടെന്ന്, എനിക്കൊന്ന് 1 വർഷമേ ആയിട്ടുള്ളൂ, നമ്മൾ കല്ലിട്ട് ഇത് കഴിഞ്ഞ മാർച്ചിൽ തന്നെയാണ്. കാരണം ഞങ്ങളുടെ ഒരു പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ നന്നായി ഓർക്കുന്നു. 1 വർഷം കൃത്യമായിട്ട് നമുക്കായിട്ടുണ്ട് ഈ വീട് ഈ തരത്തിൽ പണിതെടുക്കാനായിട്ട്.
അതിൽ അദ്ദേഹം വഹിച്ചിട്ടുള്ള പങ്കും സ്ഥിരമായ ഫോളോ അപ്പും അതുപോലെ തന്നെ മണപ്പുറം ഫൗണ്ടേഷനുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് കൊണ്ടിട്ടുള്ള ബന്ധവും ഒക്കെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ 2022-23 വർഷത്തെ മികച്ച അംഗനവാടി വർക്കർക്കുള്ള പുരസ്കാരം നേടിയ വാസന്തി എം.ആർ, പെരിയാർ നദിക്ക് കുറുകെ നീന്തിക്കയറിയ 5 വയസ്സുകാരൻ മുഹമ്മദ് കയീസ് എന്നിവരെ ചടങ്ങിൽ മെമന്റോ നൽകി ആദരിച്ചു. അമ്മക്കിളിക്കൂടിൽ 510 ചതുരശ്ര അടിയിൽ 2 ബെഡ്റൂം, കിച്ചൺ, ഹാൾ, ടോയ്ലറ്റ് അടങ്ങിയ വീടുകളാണ് മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിലും നിർമ്മിച്ചു നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, ആലുവ. സ്വർണം മണപ്പുറം ലോക്കറിൽ വെക്കൂ. ഓൺലൈൻ ഗോൾഡ് ലോൺ ആപ്പും ഡൗൺലോഡ് ചെയ്യൂ. സ്വർണം മണപ്പുറം ലോക്കറിൽ വെക്കൂ. നിങ്ങളും അങ്ങനെ സ്മാർട്ട് ആകൂ. എവിടെയും എപ്പോഴും സ്മാർട്ട് ആകൂ. മണപ്പുറം ഓൺലൈൻ ഗോൾഡ് ലോൺ സ്മാർട്ടാണ്.